കാലാവധി തീരുമ്പോഴും ഒന്നാം റാങ്ക് വാങ്ങിയവർക്ക് പോലും നിയമനം ലഭിക്കാത്ത ചില റാങ്ക് ലിസ്റ്റുകൾ സംബന്ധിച്ച് മനോരമയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തുന്നത് കേരള PSC ആണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് മനോരമയുടെ പ്രകോപനം. അത് വാർത്തയുടെ ആദ്യത്തെ വാചകം തന്നെയായി മനോരമ പറയുന്നുണ്ട്. എങ്കിലും വാർത്തയുടെ പിന്നിലെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. മനോരമ പറഞ്ഞിട്ടുള്ള തസ്തികകൾ ചുരുക്കം നിയമനങ്ങൾ മാത്രം നടക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലെ നിയമനങ്ങളാണ്. വാർത്തയിൽ പറഞ്ഞിട്ടുള്ളതിൽ ഇസ്ലാമിക് ഹിസ്റ്ററി, ഫിലോസഫി അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് ഓരോ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. PSC റൊട്ടേഷൻ പ്രകാരം മുൻ ലിസ്റ്റുകളിൽ പെൻഡിംഗ് ടേൺ ആയി നിന്നിരുന്ന ഭിന്നശേഷി വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് ആ നിയമന ശുപാർശ നൽകിയത്. തുടർന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നതിനാലാണ് ഒന്നാം റാങ്ക് നേടിയവർക്ക് നിയമനം ലഭിക്കാതിരുന്നത്. അതുകൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കൽ മാത്രമല്ല PSC ചെയ്തിട്ടുള്ളത്, നിയമനങ്ങളും നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ലിസ്റ്റിൽ നിന്ന് ഒരു നിയമനം പോലും നടന്നിട്ടില്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് അവസാനിക്കില്ല. ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാണെങ്കിലും പരമാവധി 3 വർഷം വരെ നീട്ടാവുന്നതാണ്. 3 വർഷമായിട്ടും നിയമനം നടന്നിട്ടില്ലെങ്കിൽ PSCക്ക് 1 വർഷം കൂടി ലിസ്റ്റ് നീട്ടാൻ കഴിയും. അതും കഴിഞ്ഞ് നിയമനം ഉണ്ടായിട്ടില്ലെങ്കിൽ ആദ്യ നിയമനം വരുന്നതുവരെ ആ ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചട്ടം 13 പ്രകാരം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു ലിസ്റ്റിൽ ഒന്നാം റാങ്കുകാരായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിയമനം ലഭിക്കുക തന്നെ ചെയ്യും. ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക ന്യായമാണ്. പക്ഷേ കേരളത്തിൽ റെക്കോർഡ് PSC നിയമനങ്ങൾ നടന്നു എന്ന വസ്തുത ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രശ്നമാണ് മനോരമയ്ക്ക്. ആ രോഗത്തിന് മരുന്നില്ല.